CPM ഇടുക്കി ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. ഗാന്ധി സ്ക്വയറിൽ നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി ജില്ലാ സെക്രട്ടറിയായി CV വർഗീസ് തുടരാനാണ് സാധ്യത. ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ചേരുന്നു. ആൽവിൻ, ജില്ലാ സെക്രട്ടറിയായി CV വർഗീസ് തുടരാനുള്ള സാധ്യതയാണ് പറയുന്നത്. കമ്മിറ്റിയിലേക്ക് പുതുമുഖങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ലക്ഷ്മി, 3 ദിവസത്തെ സംസ്ഥാന CPM ജില്ലാ സമ്മേളനത്തിന് ഇന്ന് സമാപനം കുറിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകുന്നേരം 5 മണിക്ക് നടക്കുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഗാന്ധി സ്ക്വയറിലാണ്, തൊടുപുഴയിലാണ് ഈ സമ്മേളനത്തിൻ്റെ സമാപനം നടക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പ്, ജില്ലാ കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. ഇതിൽ CV വർഗീസ് തന്നെ നിലവിലെ ജില്ലാ സെക്രട്ടറിനെ തുടരാനാണ് സാധ്യത. ചില പുതുമുഖങ്ങളും ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പ്രായമായ ആളുകളിൽ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണ ചിത്രം നമുക്ക് ഉടൻ തന്നെ ലഭ്യമാകും. ഏതായാലും CV വർഗീസ് ജില്ലാ സെക്രട്ടറിയായി തുടരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റ് എതിർപ്പുകളൊന്നും തന്നെ ഈ പാർട്ടി സമ്മേളന ദിവസങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പ്രവർത്തന റിപ്പോർട്ടിലും സംഘടനാ റിപ്പോർട്ടിലുമൊക്കെയുള്ള ചർച്ചകൾ വിശദമായി തന്നെ നടന്നിരുന്നു. വലിയ വിമർശനങ്ങൾ പല സർക്കാർ വകുപ്പുകൾക്കെതിരെയും പ്രതിനിധികൾ ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് വനംവകുപ്പിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് 2 ദിവസവും ചർച്ചയിൽ ഉണ്ടായത്. ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചയിലും അതോടൊപ്പം തന്നെ ഇന്നലെ പ്രവർത്തന റിപ്പോർട്ടിന്മേലുണ്ടായിരുന്ന ചർച്ചയിലുമൊക്കെയും ഇത്തരം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് വനം മന്ത്രിയെ നീക്കണമെന്ന് പോലും ഒരു ഘട്ടത്തിൽ പ്രതിനിധികൾ, ഹൈറേഞ്ചിൽ നിന്നുള്ള പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞിരുന്നത് ഈ വനംവകുപ്പിന്റെ പ്രവർത്തനം വലിയ അവമതിക്കുണ്ടാക്കുന്നു സർക്കാരിന് എന്നുള്ള തരത്തിലാണ് അവരുടെ അഭിപ്രായം. അവർ പറഞ്ഞിരുന്നത് വനമന്ത്രി മാറാൻ തയ്യാറാകുമ്പോൾ എന്തിന് CPM അവിടെ തന്നെ അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കുന്നു വീണ്ടും എന്നുള്ള ചോദ്യമൊക്കെയും ഇന്നലെ പ്രതിനിധികൾ ചോദിച്ചിരുന്നു. വനമന്ത്രിയെ മാറ്റണമെന്നുള്ള ആവശ്യം വലിയ ശക്തമായ ആവശ്യമാണ് ഈ പ്രതിനിധികൾ പലരും ഈ സമ്മേളനത്തിൽ വിമർശനം എന്ന നിലയിൽ ഉന്നയിച്ചിട്ടുള്ളത്. അങ്ങനെ മറ്റു വകുപ്പുകളുടെ കാര്യത്തിലും വിമർശനം ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യവകുപ്പിലും വിമർശനം ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും ഹൈറേഞ്ച് ഉൾപ്പെടെയുള്ള മേഖലകളിലെ പല ആശുപത്രികളിലും വേണ്ടത്ര ഡോക്ടർമാരില്ല എന്നുള്ളത് വലിയ തോതിൽ വിമർശനമായി ഉയർന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് വലിയ ചികിത്സാ പിഴവ് പലയിടങ്ങളിലും സംഭവിക്കാൻ കാരണമാകുന്നു എന്ന തരത്തിലൊക്കെയും ആരോഗ്യവകുപ്പിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. ജില്ലയിലെ മന്ത്രി കൂടിയായ റോഷി അഗസ്റ്റിനെതിരെയും ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു. M.M. മണി മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ റോഷി അഗസ്റ്റിന് നടത്താൻ കഴിയുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനമൊക്കെയും ഉണ്ടായിരുന്നു. റവന്യൂ വകുപ്പിനെതിരെ വിമർശനമുണ്ടായിരുന്നു. ഇത്തരം വിമർശനങ്ങളൊക്കെയും ഈ ഘട്ടത്തിൽ ഈ സമ്മേളന ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വിമർശനങ്ങൾക്ക് ശേഷം ഇന്നലെ മറുപടി MV ഗോവിന്ദനും അതോടൊപ്പം തന്നെ CV വർഗീസ് ജില്ലാ സെക്രട്ടറിയും ഒക്കെ നൽകിയിരുന്നു. പോലീസിലും ചില വിമർശനം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആണെന്നുള്ളതാണ് MV ഗോവിന്ദൻ തിരിച്ച് മറുപടിയായി നൽകിയത്. ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.